ഈ കർണഭാരം ആര് താങ്ങും? മഹാഭാരത കഥയിൽ ഏറ്റവും സുന്ദരനും അർജുനനേക്കാൾ വലിയ പോരാളിയും അതേസമയം ഏറെ അപമാനിക്കപ്പെട്ടതുമായ കഥാപാത്രമാണ് കർണൻ. ഉന്നതകുലത്തിൽ പിറന്നിട്ടും രാധേയനായി ജീവിക്കേണ്ടി വന്നതും സൂതപുത്രനെന്ന് വിളിച്ച് അപമാനിക്കപ്പെട്ടതും പരശുരാമന്റെ ശാപം ഏറ്റുവാങ്ങിയതും ദുര്യോധനന്റെ സഹായം സ്വീകരിച്ചതും സാക്ഷാൽ കൃഷ്ണനിൽ നിന്ന് തന്റെ ജന്മരഹസ്യം അറിയുന്നതും ഒടുവിൽ അറിഞ്ഞുകൊണ്ട് ഇന്ദ്രന്റെ ചതിക്ക് നിന്നുകൊടുക്കുകയും ചെയ്ത കർണൻ. ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞ കഥാപാത്രം. ഇതിഹാസകാവ്യത്തിൽ ഇത്രയേറെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന മറ്റൊരു കഥാപാത്രമില്ലെന്ന് തന്നെ പറയാം. കർണന്റെ കഥ ക്യാമറയിൽ പകർത്തുക എന്ന വളരെ വലിയ ദൗത്യമാണ് മലയാള സിനിമാ ലോകത്ത് കേൾക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. എന്നാൽ ഇതോടൊപ്പം തന്നെ മറ്റൊരു രസകരമായ വാർത്തയുമുണ്ട്. ഒന്നല്ല, 2 സിനിമകളാണ് കർണന്റെ കഥയുമായി വരുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ RS വിമൽ പൃഥ്വിരാജിനെ നായകനാക്കി കർണൻ അനൗൺസ് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ നടനും സംവിധായകനുമായ P. ശ്രീകുമാർ താൻ 18 വർഷമായി മമ്മൂട്ടിയെ നായകനാക്കി കർണൻ എന്ന സിനിമയുടെ റിസർച്ചിലും തിരക്കഥാരചനയിലുമാണെന്ന അവകാശവാദവുമായി വന്നു. ഈ ചിത്രം മധുബാൽ സംവിധാനം ചെയ്യുമെന്നാണ് അറിയുന്നത്. കഥാപാത്രത്തിന്റെയും പ്രമേയത്തിന്റെയും കാഠിന്യവും സങ്കീർണതയും മുന്നിൽ കണ്ട് ബാഹുബലിയുടെ സംവിധായകൻ പോലും മാറ്റിവെച്ച സബ്ജക്റ്റാണ് കർണൻ. തങ്ങളുടെ താരത്തിന്റെ കഴിവുകളെ മുൻനിർത്തി ഫാൻസുകാർ ഇപ്പോഴേ യുദ്ധം പ്രഖ്യാപിച്ച മട്ടാണ്. ആരാധനയുടെ അന്ധകാരം മാറ്റിവെച്ച് യഥാർത്ഥ വസ്തുതകളുമായി 2 പ്രൊജക്ടുകളെയും താരതമ്യം ചെയ്താൽ ആദ്യം ശ്രദ്ധിക്കുക കർണൻ എന്ന കഥാപാത്രത്തെ തന്നെയാണ്. സൗന്ദര്യത്തെക്കാളും കരുത്തിനേക്കാളും ആത്മസംഘർഷങ്ങളുടെ കലവറയായ കർണന്റെ ഭാവതീവ്രമായ മാനസികാവസ്ഥ പ്രേക്ഷകനു മുന്നിൽ സമർത്ഥമായി അവതരിപ്പിക്കുക എന്ന കരിയറിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മമ്മൂട്ടിക്കും പൃഥ്വിരാജിനും മുമ്പിലുള്ളത്. 45 കോടി മുതൽ മുടക്കിൽ ഒരുക്കുന്ന RS വിമലിന്റെ കർണനിൽ നായകനാവാൻ ഏറ്റവും അനുയോജ്യൻ പൃഥ്വിരാജാണെന്ന് നിസ്സംശയം പറയാം. എന്നാൽ ശ്രീകുമാർ 18 വർഷം മുമ്പ് മനസ്സിൽ പ്രതിഷ്ഠിച്ച മമ്മൂട്ടിയല്ല ഇന്നത്തെ മമ്മൂട്ടി. പക്ഷേ തന്റെ കഥാപാത്രവുമായി അനായാസേന പ്രേക്ഷകനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മമ്മൂട്ടിയെപ്പോലെ ഒരു നടൻ കർണനെ സുവർണലിപികളാൽ അഭ്രപാളിയിൽ കുറിച്ചിടുമെന്ന് ഉറപ്പാണ്. എന്ന് നിന്റെ മൊയ്തീനിൽ ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ചു എന്നും തന്റെ ബന്ധുക്കളെ മോശമായി ചിത്രീകരിച്ചു എന്നും കാഞ്ചനമാല തന്നെ പരാതിയുമായി വന്നിരുന്നു. എന്നാൽ സിനിമയുടെ വിജയമോ മറ്റാരുടെയോ ഇടപെടലുകളോ കൊണ്ട് പരാതിയുടെ ഓളങ്ങൾ പിന്നെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ കണ്ടില്ല. എന്നാൽ മഹാഭാരതത്തിലെ ഏറ്റവും കരുത്തനായ കഥാപാത്രത്തെ ക്യാമറയിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ത് വ്യാഖ്യാനം പറഞ്ഞാലും പ്രേക്ഷക മനസ്സിൽ കർണനെപ്പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന് ഭംഗം വരാതെ ചിത്രമൊരുക്കുകയാണ് സംവിധായകന്റെ വെല്ലുവിളി. ഒരു വടക്കൻ വീരഗാഥ പോലെ ചരിത്രത്തിലെ പ്രതിനായകരെ വാഴ്ത്തുന്ന ചില പരീക്ഷണങ്ങൾ വിജയിച്ചതായി കാണാം. മമ്മൂട്ടിയുടെ അഭിനയ പ്രതിഭയുടെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് ഒരു വടക്കൻ വീരഗാഥ മുതൽ പഴശ്ശിരാജ വരെയുള്ള അദ്ദേഹത്തിന്റെ ചരിത്ര സിനിമകൾ. ആ കഥാപാത്രങ്ങളെ അദ്ദേഹം മനോഹരമായി പ്രേക്ഷകന് മുമ്പിൽ അവതരിപ്പിച്ചതിലാണ് ആ മഹാനടനോട് കൂടുതൽ ആദരവ് തോന്നുക. പൃഥ്വിരാജിന് ഉറുമി എന്ന ചിത്രം എടുത്തു പറയാനുണ്ടെങ്കിലും ആ ചിത്രവും കർണനും രണ്ടും രണ്ടാണ്. തന്റെ സ്വപ്ന പദ്ധതിയായ കർണനെപ്പറ്റി പൃഥ്വിരാജിന് അറിവുണ്ടായിരുന്നു എന്നാണ് ശ്രീകുമാർ പറയുന്നത്. പലതവണ തിരുത്തലുകൾ വരുത്തിയ തന്റെ പ്രൊജക്റ്റിൽ മോഹൻലാലിനെയാണ് നായകനായി മനസ്സിൽ കണ്ടിരുന്നത്. എന്നാൽ സിനിമയെക്കുറിച്ചറിഞ്ഞ മമ്മൂട്ടി കർണനായി അഭിനയിക്കാനുള്ള തന്റെ ഇഷ്ടം അറിയിച്ചപ്പോൾ മോഹൻലാലും അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ആ പ്രൊജക്ടുമായി മുമ്പോട്ടു പോകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി RS വിമൽ കർണൻ അനൗൺസ് ചെയ്തത്. എന്തു വന്നാലും തന്റെ പ്രൊജക്ടുമായി മുമ്പോട്ടു പോകുമെന്ന് ശ്രീകുമാർ അറിയിച്ചു. എന്തുതന്നെയായാലും മലയാള സിനിമയുടെ ഒരു വഴിത്തിരിവായിരിക്കും കർണൻ എന്ന സിനിമകൾ. സാങ്കേതികവിദ്യയുടെ പുത്തൻ അധ്യായങ്ങളും ജന്മസിദ്ധമായ അഭിനയകലയുടെ അത്യുന്നതങ്ങളും കാണാൻ സിനിമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഓരോ പ്രേക്ഷകനും കാത്തിരിക്കുന്നു.